തുഴച്ചിൽ തള്ളിത്തെറിച്ചു വീണിട്ടും പെരുത്ത തീരക്കാറ്റ് തൈമുടി അറച്ചു പോയിട്ടും തളച്ചു നിർത്താൻ കാലത്തളവിന് കരുത്ത് പോരാതായി കുതിച്ചു പാഞ്ഞൊരു കുതിര ചങ്ങലയുടച്ചു പാഞ്ഞേ പോയി. സ്വാഭിമാനം കേരളം വികസനയാത്ര തുടരുകയാണ്. വഴിയിൽ തുണയുന്നേ മാത്രം വഴുതാത്തൊരു വിശ്വാസം വെയിലേറും വീതിയിലെല്ലാം തണലായി തരുമാശ്വാസം. അസാധ്യമെന്ന് കരുതിയ സ്വപ്ന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കി, പിന്നിടില്ലെന്ന് കരുതിയ പ്രതിസന്ധികളെ അവസരമാക്കി, വീണ്ടെടുക്കില്ലെന്ന് കരുതിയ നന്മകളെ വീണ്ടെടുത്ത് വികസന രംഗത്തെ കേരളം മുന്നേറുകയാണ്. വികസനമെന്ന ഒറ്റ ലക്ഷ്യത്തിൽ കഴിഞ്ഞ 10 വർഷമായി ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ് കേരളം. മുൻവിധികളെ നിലംപരിശാക്കിയ കേരളത്തിന്റെ 10 വർഷങ്ങൾ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മുതൽ കൊച്ചി വാട്ടർ മെട്രോ വരെ യാഥാർത്ഥ്യമാക്കിയ പ്രയാണം. നല്ല റോഡുകളിലൂടെ സഞ്ചാരവും എല്ലായിടത്തും വൈദ്യുതിയും, മെട്രോ റെയിലിലൂടെ യാത്രയും, ഗെയിൽ പൈപ്പ് ലൈനിലൂടെ ഗ്യാസും, കെ ഫോണും കെ റൈസുമൊക്കെ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കിയ ഒരു ജനകീയ സർക്കാരിന്റെ 10 വർഷങ്ങൾ. മുൻപൊന്നുമില്ലാത്ത രീതിയിലുള്ളൊരു വികസന പ്രവർത്തനമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂളുകളൊക്കെ നമ്മൾ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം വൻ ഓഫറുകളും വലിയ കോഴ്സുകളും തൊഴിൽ സാധ്യത ലഭിക്കുന്ന കോഴ്സുകളടക്കം ചെറുപ്പക്കാർക്ക് തുറന്നു കൊടുത്തുകൊണ്ടാണ് ആ മേഖലയിലെ സർക്കാരിൻ്റെ മാറ്റം ഉണ്ടായിട്ടുള്ളത്. 1600 എന്ന സർക്കാരിന് 2000 ആക്കിയതിന് വലിയ നന്ദിയുണ്ട്. വീട്ടിലിരിക്കുന്ന വനിതകൾക്ക് 1000 രൂപ പെൻഷനായിട്ട് കൊടുക്കാൻ തന്നെ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു നല്ലൊരു കാര്യമാണ് ഈ സർക്കാർ നമ്മുടെ നേട്ടമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അന്തർദേശീയ നിലവാരമുള്ള വലിയ കമ്പനികൾ ഞങ്ങളെ നാട്ടിൽ വന്ന്, കൊച്ചു ഗ്രാമങ്ങളിൽ വന്ന് ഈ മനോഹാരിതയൊക്കെ ഒപ്പിയെടുത്തുകൊണ്ട് അവർ പുതിയ പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നു. വഴിയോര കച്ചവടക്കാർക്ക് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു മാറ്റം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. സാമ്പത്തികമായിട്ടും സാമൂഹ്യപരമായിട്ടും എല്ലാ കാര്യങ്ങളിലും ഈ സർക്കാർ ഞങ്ങളോടൊപ്പമുണ്ട്. ഈ പിണറായി സർക്കാരിന്റെ കാലത്താണ് ഞങ്ങൾക്ക് ഇപ്പോൾ പട്ടയം നൽകിയത്. എല്ലാവിധ തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലും ചേർത്ത് നിർത്തുന്ന സർക്കാരിന് വലിയ ബിഗ് സല്യൂട്ട്. വൻകിട പദ്ധതികളായിരുന്നു പതിറ്റാണ്ടിലെ വികസനത്തിൽ ആകർഷണീയത. We didn't expect Kannur to have such a beautiful airport. I was so happy to see this airport. It's so beautiful, and actually it's on a hilltop. So I think it's one of the most beautiful airports in India. കണ്ണൂർ വിമാനത്താവളം മുതൽ നിർമ്മാണം പുരോഗമിക്കുന്ന റിംഗ് റോഡുകൾ വരെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ സംസ്ഥാനത്തെ മുഖച്ഛായ മാറ്റിയ സ്വപ്ന പദ്ധതികൾ. 20-ലധികം പദ്ധതികൾ. നടക്കില്ലെന്ന് കരുതി പലരും കൈയൊഴിഞ്ഞ ദേശീയപാത വികസനം മുതൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വരെ ഈ 10 വർഷത്തിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ യാഥാർത്ഥ്യമാക്കി. ഈ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം വന്നതോടുകൂടി തിരിച്ചു വന്ന പ്രവാസികൾക്ക് തന്നെ ഒരുപാട് പ്രതീക്ഷ നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പ്രദേശത്തുള്ള കുറേ പേർക്ക് ഈ എയർപോർട്ട് വന്നതോടുകൂടി തൊഴിലവസരം ലഭിക്കുകയും അതുപോലെ വീട് നഷ്ടപ്പെട്ടവർക്ക് ഈ എയർപോർട്ടിൽ ഒരു ജോലി ലഭിക്കുകയും ചെയ്തു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാക്കിയതാണ് വൻകിട പദ്ധതികളിൽ ഈ സർക്കാരിന്റെ ഒടുവിലത്തെ ശ്രദ്ധേയമായ നേട്ടം. 9 മാസത്തിനുള്ളിൽ 1 ദശലക്ഷം TEU കൈകാര്യം ചെയ്ത ഈ തുറമുഖം ലോക മാരിടൈം മേഖലയെ തന്നെ ഇതിനകം വിസ്മയിപ്പിച്ചു കഴിഞ്ഞു. പ്രളയം, ഓഖി, കോവിഡ് മഹാമാരി, കരിങ്കൽ ക്ഷാമം തുടങ്ങി നിരവധി പ്രതിസന്ധികൾക്കിടയിലും പദ്ധതിയുടെ നിർമ്മാണം തടസ്സമില്ലാതെ തുടരാൻ നിശ്ചയദാർഢ്യം കാണിച്ച സർക്കാർ വിഴിഞ്ഞമെന്ന ലക്ഷ്യത്തെ വേഗത്തിലാക്കി. 1000 കൗണ്ട് ഡൗൺ ദിവസത്തിനകത്ത് പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന ഗവൺമെൻറ്റിനും തുറമുഖ വകുപ്പിനും എല്ലാം ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഓഖി വന്നു, അത് കഴിഞ്ഞിട്ടുള്ള ദുരന്തങ്ങൾ വന്നു. അങ്ങനെ വീണ്ടും 100-300 ദിവസം പദ്ധതികൾ മാറിപ്പോയി. പക്ഷേ ഇന്ന് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരും ബന്ധുക്കളായിട്ടുള്ളവരും വിദേശത്ത് നിന്ന് എല്ലാവരും അഭിമാനത്തോടു കൂടി പറയുന്നു, നമ്മുടെ നാട്ടിലെ ഈ പദ്ധതി ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ വിദേശത്ത് പോയവരെല്ലാം ഇന്ന് സ്വദേശത്തിലേക്ക് വരുവാൻ തയ്യാറായിരിക്കുന്നു.
ഇന്ത്യയിൽ ഒരു സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള തുറമുഖങ്ങളിലൊന്ന് ഇപ്പോൾ വിഴിഞ്ഞമാണ്. രാഷ്ട്രീയ ഇച്ഛാശക്തി, സമയബന്ധിതമായി നിർമ്മാണം പൂർത്തിയാക്കാനുള്ള പ്രേരണ, സംസ്ഥാനത്തിന് അനുകൂലമായ കരാർ മാറ്റങ്ങൾ, അനുബന്ധ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ നൽകുന്നതിൽ വലിയ പങ്കുവഹിച്ച സർക്കാർ വിഴിഞ്ഞത്തെ നാടിന്റെ പ്രതീക്ഷയാക്കി വളർത്തുകയാണ്. വിഴിഞ്ഞം പദ്ധതി അതിവേഗം യാഥാർത്ഥ്യമാക്കിയ ഈ സർക്കാരാണ്. ഇവിടെ ഈ പോർട്ട് വന്നതിന് ശേഷം മുതലാണ് ഈ ടൂറിസ്റ്റ് മേഖല രാത്രി 1 മണി മുതൽ ജാതിമതഭേദമില്ലാതെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് എത്തുകയും ഇവിടുത്തെ ഈ സീ ഫുഡുകൾ മൊത്തത്തിൽ കഴിക്കുകയും അവർക്ക് നമ്മളെ നാടിനെ കുറിച്ചും ഈ പോർട്ടിനെ കുറിച്ചും നല്ല അഭിപ്രായങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞത്തെ അനുബന്ധ വികസന പദ്ധതികളിൽ ശ്രദ്ധേയമായ ഔട്ടർ റിംഗ് റോഡ് പദ്ധതി സംസ്ഥാനത്തെ സ്വപ്ന പദ്ധതികളിൽ ഉൾപ്പെട്ട വികസന ലക്ഷ്യമാണ്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ചരക്ക് നീക്കം എളുപ്പമാക്കുന്നതിനും വ്യവസായ വളർച്ചയ്ക്കുമായി വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെ നീളുന്നതാണ് തലസ്ഥാനത്തെ ഔട്ടർ റിംഗ് റോഡ് പദ്ധതി. ഏകദേശം 5000 കോടി രൂപ നിർമ്മാണ ചെലവും 80 കിലോമീറ്റർ ദൈർഘ്യവുമുള്ള ഈ മികവുറ്റ പദ്ധതിയുടെ ഇരുവശങ്ങളിലുമായി വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ 3000 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. യാതൊരു സംശയവുമില്ല, ലിങ്ക് റോഡ് യാഥാർത്ഥ്യമാകും. അതിനുള്ള പ്രാരംഭ നടപടികൾ സർക്കാർ ചെയ്തു കഴിഞ്ഞു. അതിന് അർഹമായ ആ വസ്തു വിട്ടുകൊടുക്കുന്നവർക്ക് അതിനുള്ള തുകകൾ കൊടുക്കും. ദേശീയപാതയുടെ വികസനം കേരളത്തിൽ പലരും ഉപേക്ഷിച്ച പദ്ധതിയായിരുന്നു. ദേശീയപാത അതോറിറ്റി തന്നെ ഒരു ഘട്ടത്തിൽ ഈ പദ്ധതിക്കായി കേരളം സ്ഥലം ഏറ്റെടുത്ത് നൽകില്ലെന്നുറപ്പിച്ച് സംസ്ഥാനത്തെ ഓഫീസ് പൂട്ടാനൊരുങ്ങി. അങ്ങനെ ദേശീയപാത വികസനം സ്തംഭനാവസ്ഥയിലായിരുന്ന ഘട്ടത്തിൽ അധികാരമേറ്റ 1ാം പിണറായി സർക്കാർ നടത്തിയ നിർണായക ഇടപെടലുകളുടെ പരിണിത ഫലമാണ് കാസർഗോഡ് മുതൽ പാറശാല വരെ സുഗമയാത്രയുറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന ദേശീയപാത 66. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കിയ 1ാം പിണറായി സർക്കാർ ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് കേന്ദ്രത്തിന്റെ നഷ്ടപരിഹാരത്തിന് പുറമെ പ്രത്യേകമായ പുനരധിവാസ പാക്കേജുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. തലപ്പാടി മുതൽ കഴക്കൂട്ടം വരെ 600 കിലോമീറ്ററിലധികം ദൂരത്താണ് ഇപ്പോൾ റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ഇവിടെ 6 വരിയിലേക്ക് മാറുന്ന ഓരോ റീച്ചും ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുകയാണ് നമ്മുടെ സർക്കാർ. നാടിന്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനമാണ് പശ്ചാത്തല സൗകര്യ വികസനം. റോഡുകൾ കാസർഗോഡ് മുതൽ മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്താൽ ആ റോഡിന്റെ പുരോഗതി കാണാൻ നമുക്ക് കഴിയും. കൊച്ചിയുടെ പരിഷ്കൃത നഗരമുഖമാണ് ഇപ്പോൾ മെട്രോ ട്രെയിനിനും വാട്ടർ മെട്രോയ്ക്കും സഞ്ചാരികൾ നൽകി വരുന്നത്. 2012 നിർമ്മാണം ആരംഭിച്ച മെട്രോ റെയിൽ പദ്ധതി യാത്രക്കാർക്കായി തുറന്നു നൽകിയത് 1ാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ്. 2017 ജൂൺ 17ഓടെയായിരുന്നു കൊച്ചി മെട്രോ വാണിജ്യ സർവീസിന്റെ തുടക്കം. അധികം ഗതാഗത സൗകര്യങ്ങളില്ലാതിരുന്ന കൊച്ചിക്ക് കാലത്തിനൊത്ത മാറ്റം സമ്മാനിച്ച 1ാം പിണറായി വിജയൻ സർക്കാർ മെട്രോ റെയിൽ പദ്ധതിയെ പിന്നീട് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് കമ്പനിയുടെ കീഴിൽ അത്യാധുനിക മുഖമുള്ള ഗതാഗത സംവിധാനമാക്കി. ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെ 28.5 കിലോമീറ്ററിലാണ് ഇപ്പോൾ കൊച്ചി മെട്രോയുടെ കുതിപ്പ്. 25 സ്റ്റേഷനുകൾ, 25 ട്രെയിനുകൾ. എറണാകുളത്തിന്റെ മധ്യഭാഗത്തെ ഇൻഫോ പാർക്കിലേക്കും കാക്കനാട് വഴി സ്മാർട്ട് സിറ്റിയിലേക്കും വ്യാപിപ്പിക്കുന്ന 2ാം ഘട്ട വികസനം കൂടിയാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. യൂഷ്വലി ഞാനൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ബസ്സിൽ നിന്ന് മാറി മെട്രോയിലേക്ക് വന്നപ്പം കുറച്ചും കൂടി ഈസിയാണ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ കുറച്ചും കൂടി ഈസിയാണ്. കുറച്ചും കൂടി വേഗത്തിൽ ബ്ലോക്കിലൊന്നും പെടാണ്ട് എത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മെട്രോ ക്ലീൻ ആണ്. മെട്രോ ഒക്കെ നല്ല നീറ്റാണ്. നമുക്ക് നല്ല രീതിയിൽ ഇരുന്ന് വരാം. എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഓരോ ജംഗ്ഷനിൽ എത്തുമ്പോൾ നമുക്ക് അതിനുള്ള ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം അവർ തരുന്നുണ്ട്. ആദ്യമായിട്ടാണ് മെട്രോ കയറുന്നത്. സുഖമായിരുന്നു. തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ട്രാഫിക് ജാമിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും വിമുക്തമായിട്ടും നമുക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്നു. വളരെ കംഫർട്ടാണ്, വളരെ ശുചിയാണ്. മെട്രോ ട്രെയിനിൽ തുടങ്ങിയ സംസ്ഥാനത്തെ മെട്രോ ഗതാഗത സംവിധാനത്തിലെ മറ്റൊരു വിജയഗാഥയാണ് കൊച്ചിയിലെ വാട്ടർ മെട്രോ.
പിണറായി വിജയൻ സർക്കാർ 2023 ഏപ്രിൽ 25 നാടിന് സമർപ്പിച്ച സ്വപ്ന പദ്ധതി. അത്യാധുനിക സൗകര്യമുള്ളതും വേഗതയേറിയതുമായ പൊതുഗതാഗത സൗകര്യങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ കൊച്ചി വാട്ടർ മെട്രോയാണ് ഈ രംഗത്തെ രാജ്യത്തെ ആദ്യ സംരംഭം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സംയോജിത ജലഗതാഗത സംവിധാനമായ വാട്ടർ മെട്രോ കൊച്ചിയിലെ 10 ദ്വീപുകളെയാണ് സംയോജിപ്പിക്കുന്നത്. 51,82,693 പേരാണ് ഇതിനകം വാട്ടർ മെട്രോ എന്ന സൗകര്യത്തെ ഉപയോഗപ്പെടുത്തിയത്. It was a very good experience. It's look like airport. ബസ്സിലെങ്കിൽ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ എപ്പോഴും വരികയെങ്കിൽ ഭയങ്കര ബ്ലോക്കായിരിക്കും, 1 hour എടുക്കും. പക്ഷെ വാട്ടർ മെട്രോയിൽ ആകുമ്പോൾ എത്രയും പെട്ടെന്ന് വരാനും സൗകര്യവും എല്ലാം കൊണ്ട് ഒരു കംഫർട്ട് യാത്രയാണ്. നല്ല എക്സ്പീരിയൻസ് ആണ്. അതെ, നല്ല കാഴ്ചയും ലൈക്ക് നമുക്ക് അത്രയും കറങ്ങി ചൂടത്ത് കറങ്ങി വരുന്നേക്കാൾ നല്ലത് AC-ലിരുന്ന് പെട്ടെന്ന് എത്താൻ പറ്റും നല്ലൊരു വ്യൂയോടെ. വെരി കംഫർട്ടബിൾ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. I'm impressed with the water metro. It's clean, it's punctual, organized, efficient. I traveled in the water metro twice and it's very efficient. It arrives on time, it's clean. I just use it to have a cheap way to visit the city. അസാധ്യമെന്ന് കരുതിയിരുന്ന 444 കിലോമീറ്റർ ദൈർഘ്യമുള്ള കൊച്ചി മംഗലാപുരം പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതിയുടെ നിർമ്മാണവും 10 വർഷത്തിനിടയിൽ ഈ സർക്കാർ പൂർത്തിയാക്കി. സ്ഥല ദൗർലഭ്യതയും ഭൂഘടനയും ഉൾപ്പെടെ നിരവധി വെല്ലുവിളികൾ അതിജീവിച്ച് ഈ പദ്ധതിയെ വിജയത്തിലെത്തിച്ച സർക്കാർ സംസ്ഥാനത്തെ വ്യാവസായിക മേഖലയുടെ പുരോഗതിക്ക് മികവുറ്റ സംഭാവനയാണ് ഉറപ്പാക്കിയിരിക്കുന്നത്. ഗെയിൽ വാതക പൈപ്പ് ലൈനിലൂടെ വീടുകൾക്കും വാഹനങ്ങൾക്കും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ ഇന്ധനം ഉറപ്പാക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതി കേരളത്തിലെ 11 ജില്ലകളിൽ പുരോഗമിക്കുകയാണ്. ഈ ഗ്യാസ് തീർന്നാൽ പിന്നെ ബുക്ക് ചെയ്യണം, വരാനുള്ള താമസം അതൊക്കെ ഇതല്ലേ. ഇപ്പം അതൊന്നും ഇല്ലല്ലോ, 5 മാസമായിട്ട് തുടർച്ചയായിട്ട് കത്തിക്കൊണ്ടിരിക്കും. മറ്റേ ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി ടെൻസ്ഡാണ്, മീൻസ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും. ഇത് കുറച്ചും കൂടി സേഫാണ്. എന്ന് വെച്ചാൽ മറ്റേതുപോലെ അല്ലല്ല ആളിപ്പടരുമെന്ന് അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല. ഇപ്പോൾ ആളുകൾക്ക് അവയർനെസ് ഉണ്ടായിട്ടുണ്ട്. എതിർപ്പുകളെ തുടർന്ന് നിർമ്മാണം തടസ്സപ്പെട്ട പദ്ധതിയായിരുന്നു 400 kV ഇടമൺ കൊച്ചി പവർ ഹൈവേ. പ്രത്യേക നഷ്ടപരിഹാര പാക്കേജ് അനുവദിച്ചും ജനങ്ങളെ വിശ്വാസത്തിലെടുത്തും തർക്കങ്ങളിൽ ഇടപെട്ടും 148 കിലോമീറ്ററിൽ 400 ഡബിൾ സർക്യൂട്ട് ലൈൻ 2019 പൂർത്തിയാക്കിയ സർക്കാർ പദ്ധതി കമ്മീഷൻ ചെയ്ത് സംസ്ഥാനത്തിന്റെ വൈദ്യുതി ഇറക്കുമതി ശേഷി ഗണ്യമാക്കി വർദ്ധിപ്പിച്ചു. പാലക്കാട്, കൊച്ചി, കോട്ടയം തുടങ്ങിയ മേഖലകളിലെല്ലാം ശരാശരി 2 kV വരെ വോൾട്ടേജ് വർധനവ് ഉറപ്പാക്കിയ ഈ പദ്ധതിയിലൂടെ വൈദ്യുതിയുടെ നിലവാരവും സ്ഥിരതയും മെച്ചപ്പെട്ടു കഴിഞ്ഞു. വിദ്യാർത്ഥികൾക്കടക്കം വൈദ്യുതി കിട്ടാതെ കറണ്ട് കെട്ടും എല്ലാം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതെല്ലാം ഇപ്പം മാറി എല്ലാ വീടുകളിലൊക്കെ കറണ്ട് കെട്ടിൻ്റെ ഒരു പ്രശ്നം പോലും കഴിഞ്ഞ 10 വർഷമായിട്ട് ഇല്ലാത്തൊരു അനുഭവത്തിലേക്ക് നമ്മൾ മാറ്റാം. സർക്കാരിന്റെ ഫോൺ കണക്ഷൻ വന്നു യോസേ, ഇന്റർനെറ്റിലൂടെ വിവരങ്ങൾ അപ്പ അറിയാം. ന്യായമായിട്ടുള്ള വില പറയും. സംസ്ഥാനത്തെ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യം ശക്തമാക്കുന്നതിനും ഇന്റർനെറ്റ് ഒരു പൗരാവകാശം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്നതിനും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ 2023 ആരംഭം കുറിച്ച പദ്ധതിയാണ് കെ-ഫോൺ അഥവാ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. 30,000-ലധികം സർക്കാർ സ്ഥാപനങ്ങൾക്ക് കണക്ടിവിറ്റി നൽകിയ കെ-ഫോൺ ഇപ്പോൾ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റും മറ്റുള്ളവർക്ക് കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റും നൽകി വരികയാണ്. BPL കാർഡ് ഉള്ളതുകൊണ്ട് സൗജന്യമായിട്ടാണ് സർക്കാർ ഇത് നമുക്ക് തരുന്നത്. വിദ്യാർത്ഥിയായിട്ടൊരു മോനുണ്ട്, അവനും നല്ല പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഈ കെ-ഫോണിൻ്റെ നല്ല ഉപയോഗമാണ്. 20 ലക്ഷത്തോളം പാവപ്പെട്ട കുടുംബങ്ങൾക്കാണ് കെ-ഫോൺ സൗജന്യമായി നൽകുന്നത്. മറ്റുള്ളവർക്ക് സബ്സിഡി നിരക്കിലും കണക്ഷൻ നൽകുന്ന ഈ നെറ്റ്വർക്കിലൂടെ ഈ ഗവേണൻസിന് ഉത്തേജനം നൽകി കേരളത്തെ ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുന്നതിനുള്ള യാത്രയ്ക്ക് സർക്കാർ വേഗത വർദ്ധിപ്പിക്കുകയാണ്. ഞാൻ കെ-ഫോൺ തുടക്കം മുതലുള്ള കസ്റ്റമറാണ്. ഇന്ന് വരെ ഒരു കംപ്ലൈൻറ്റും കെ-ഫോണിൻ്റെ ഇതിൽ കിട്ടിയിട്ടില്ല. കൃത്യമായിട്ട് സ്പീഡും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്.
സംസ്ഥാനത്തെ വൈദ്യുതി പ്രസരണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് 10,000 കോടി രൂപയോളം ചെലവ് പ്രതീക്ഷിക്കുന്ന ട്രാൻസ്ഗ്രിഡ് 2.0. KSEBയും സംസ്ഥാന സർക്കാരും സംയുക്തമായി കിഫ്ബിയുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ സംസ്ഥാനത്തുടനീളം തടസ്സമില്ലാതെ ഉയർന്ന ഗുണമേന്മയുള്ള വൈദ്യുതി ലഭ്യമാകുകയാണ്. വൈദ്യുതി ഇറക്കുമതി ചെയ്യുന്നതിനും സംസ്ഥാനത്തിനുള്ളിൽ വൈദ്യുതി പ്രസരണം ചെയ്യുന്നതിനും നിർണായകമായ പവർ ഹൈവേ, വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരം, പ്രസരണ നഷ്ടം കുറയ്ക്കൽ എന്നിവയെല്ലാം സാധ്യമാക്കുന്ന ഈ പദ്ധതിയിലൂടെ ആദ്യഘട്ടം പൂർത്തിയായതോടെ മലബാറിലെ വോൾട്ടേജ് ക്ഷാമത്തിനും പ്രസരണ നഷ്ടത്തിനും ശാശ്വത പരിഹാരമായിരിക്കുകയാണ്. കേരളത്തിന്റെ തെക്കേയറ്റമായ തിരുവനന്തപുരത്തെ കോവളം മുതൽ വടക്കേയറ്റമായ കാസർഗോഡ്, ബേക്കൽ, ഹോസ്ദുർഗ് വരെ നീളുന്ന ഉൾനാടൻ ജലപാത ശൃംഖലയെ ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പദ്ധതിയാണ് തെക്ക് വടക്ക് ദേശീയ ജലപാത പദ്ധതി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ ഈ വൻകിട പദ്ധതിയിലൂടെ ഏകദേശം 620 കിലോമീറ്റർ വരെയാണ് ജലപാത യാഥാർത്ഥ്യമാകുന്നത്. കേരള വാട്ടർവേസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന പ്രത്യേക കമ്പനിക്ക് രൂപം നൽകിയാണ് ഈ പദ്ധതി കേരളം നടപ്പിലാക്കുന്നത്. നിലവിലുള്ള പുഴകളെയും കായലുകളെയും കനാലുകളെയും പരസ്പരം ബന്ധിപ്പിച്ചും അല്ലാത്ത സ്ഥലങ്ങളിൽ പുതിയ കനാലുകൾ നിർമ്മിച്ചും യാഥാർത്ഥ്യമാക്കുന്ന ഈ ജലപാത പദ്ധതിയിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ പൂർണ്ണ തോതിൽ ജലഗതാഗത യോഗ്യമായി കഴിഞ്ഞു. ഈ പദ്ധതിക്കായി തിരുവനന്തപുരം ജില്ലയിലെ പാർവതി പുത്തനാർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വീതി കൂട്ടൽ, ശുചീകരണം, സ്ഥലമേറ്റെടുപ്പ്, പുനരധിവാസ പ്രവർത്തനങ്ങൾ എന്നിവ പുരോഗമിക്കുകയാണ്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായി ഈ ചെറിയ തോണികളിലൂടെയാണ് നേരത്തെ ആലപ്പുഴ പോർട്ടിൽ നിന്നും ചരക്കുകൾ പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് അത് പൂർണ്ണമായി നിലച്ചിരിക്കുന്നൊരു സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ ഉൾനാടൻ ജലഗതാഗതം നടക്കുമ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ പ്രയോജനം ആലപ്പുഴക്കൂടെ കിട്ടും. ആലപ്പുഴയ്ക്ക് ചരിത്രപരമായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട്. പണ്ട് മുതൽ തന്നെ കടൽപ്പാലവും അവിടെ നിന്നുള്ള സാധനങ്ങളുടെ കയറ്റുമതിയും അതേപോലെ കയറിൻ്റെ ഉൽപ്പന്നങ്ങൾ, മറ്റ് കൊപ്ര അടക്കമുള്ള ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യപ്പെട്ട ഒരു പ്രദേശമാണ് ഈ ആലപ്പുഴ എന്ന് പറയുന്നത്. കേരളത്തിലെ ബൃഹത്തായ വികസന പദ്ധതികളിലൊന്നാണ് മലയോര ഹൈവേ. കാസർഗോഡ് ജില്ലയിലെ നന്താരപ്പടവ് മുതൽ തിരുവനന്തപുരം ജില്ലയിലെ പാറശാല വരെ ഏകദേശം 1166.27 കിലോമീറ്റർ മുതൽ 1251 കിലോമീറ്റർ വരെ ദൈർഘ്യത്തിൽ നിർമ്മിക്കുന്ന ഈ പാത ആലപ്പുഴ ഒഴികെയുള്ള 13 ജില്ലകളിലൂടെയാണ് കടന്നുപോകുന്നത്. ഏകദേശം 250 കിലോമീറ്റർ നിർമ്മാണം പൂർത്തിയാക്കിയ ഈ പദ്ധതിയുടെ ഭാഗമായി 300 കിലോമീറ്ററിലധികം റോഡുകളുടെ നിർമ്മാണ പ്രവൃത്തികളാണ് അതിവേഗം പുരോഗമിക്കുന്നത്. മലയോര ഹൈവേ വന്നതോടുകൂടി ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ടൗണുമായി ബന്ധപ്പെടുന്നതിനും എല്ലാ ഭാഗത്തേക്കും സുഗമമായിട്ട് യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യം കൂടി ഉണ്ടായിരിക്കുകയാണ്. വയനാട് ചുരത്തിന് പകരമാണല്ലോ തുരങ്കപാത. ആ തുരങ്കപാതയ്ക്ക് സ്വാഭാവികമായി പുതിയ റോഡ് കൂടി, അലൈൻമെന്റ് കൂടി, ബൈപ്പാസായി, നാഷണൽ ഹൈവേയുടെ ബൈപ്പാസായി ഇനിയും റോഡുകൾ തീർച്ചയായും ഞങ്ങളുടെ നാട്ടിലേക്ക് വരേണ്ടി വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. തീരദേശവാസികളുടെ ജീവിത നിലവാരം ഉയർത്താനും ടൂറിസം, മത്സ്യബന്ധന മേഖലകൾക്ക് ഉത്തേജനം നൽകാനും ലക്ഷ്യമിട്ടുള്ള കേരളത്തിന്റെ ഒരു പ്രധാന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയാണ് തീരദേശ ഹൈവേ. തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ മുതൽ കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി വരെ ഏകദേശം 656 കിലോമീറ്റർ വരെ ദൈർഘ്യമുള്ള ഈ പദ്ധതിയിൽ 507 കിലോമീറ്റർ റോഡ് വികസനവും കിഫ്ബി മുഖേനയാണ് കേരളം സാധ്യമാക്കുന്നത്. പല ജില്ലകളിലും സ്ഥലമെടുപ്പ് നടപടികൾ പുരോഗമിക്കുന്ന ഈ പദ്ധതിയുടെ 3 റീച്ച് നിർമ്മാണമാണ് ഇതിനകം പൂർത്തിയാക്കിയിരിക്കുന്നത്. കടന്നുവരുന്ന പുതിയ തീരദേശ ഹൈവേ ഈ നാടിന് വലിയ മാറ്റം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. എൻ്റെ വീട്ടിൻ്റെ പിറകുവശം കൂടെ തീരദേശ റോഡ് ഇതാ വരാൻ പോകണം. അതിന് നന്ദിയുണ്ട് ഗവൺമെൻറ്റിനോടും ഇന്നത്തെ ഭരണാധികാരികളോടും. തീരദേശ ഹൈവേ
ഈ പ്രദേശത്തിൻ്റെ സമഗ്ര വികസനത്തിന് ഉപകാരപ്രദമാകും. അത് പാവപ്പെട്ട ജനങ്ങൾക്ക് വളരെ പ്രയോജനകരമാകും. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കേരളത്തിൻ്റെ ഏത് തീരത്തും വളരെ വേഗതയിൽ അവരുടെ തൊഴിലിടങ്ങളിൽ ചെന്നെത്താനും വിദേശ സഞ്ചാരികൾക്കും സ്വദേശ സഞ്ചാരികൾക്കും കടലും കടൽ തീരവും വാനോളം ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലാണ് സംസ്ഥാന സർക്കാർ ഈ തീരദേശ ഹൈവേ വിഭാവന ചെയ്തിരിക്കുന്നത്. കേരളത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്ക് ഊന്നൽ നൽകുന്ന കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമാണ്. ചെന്നൈ ബംഗളൂരു വ്യാവസായിക ഇടനാഴിയെ കോയമ്പത്തൂർ വഴി കൊച്ചിയിലേക്ക് ദീർഘിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. പാലക്കാട് ഇന്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ, കൊച്ചി ഗ്ലോബൽ ഇൻഡസ്ട്രീസ് ഫിനാൻസ് ആൻഡ് ട്രേഡ് സിറ്റി എന്നിവ ഉൾക്കൊള്ളുന്ന ഈ പദ്ധതിക്കായി ഭൂരിഭാഗം ഭൂമിയും സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇതിൽ 1340 ഏക്കർ കിൻഫ്രയ്ക്ക് കൈമാറുന്ന സർക്കാർ വ്യവസായ മേഖലയിൽ ഏകദേശം 10,000 കോടി നിക്ഷേപമാകർഷിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 2018 ഡിസംബറോടെ നാടിന് സമർപ്പിച്ച കണ്ണൂർ വിമാനത്താവളം പുനരുപയോഗ ഊർജോൽപാദനം പ്രോത്സാഹിപ്പിക്കുന്ന പുരപ്പുറ സോളാർ പദ്ധതി സൗര ആലപ്പുഴ നഗരത്തിന്റെ പഴയ വാണിജ്യ പൈതൃകവും ചരിത്രപരമായ പ്രൗഢിയും വീണ്ടെടുക്കുന്നതിനായി ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്ന ആലപ്പുഴ പൈതൃക പദ്ധതി കേരളത്തിന്റെ പ്രകൃതി ഭംഗിയും ഉത്തരവാദിത്ത ടൂറിസം സാധ്യതകളും പ്രയോജനപ്പെടുത്തി വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ ഉണർവ് നൽകാൻ ലക്ഷ്യമിട്ട കാരവൻ കേരള പദ്ധതി തുടങ്ങി കഴിഞ്ഞ 10 വർഷത്തെ വൻകിട പദ്ധതികളുടെ മുന്നേറ്റം കേരളം എന്നും ഓർക്കുന്ന വികസന പ്രതീക്ഷയാണ്. ഇതിൽ പല പദ്ധതികളും ഘട്ടം ഘട്ടമായി നടപ്പിലാക്കേണ്ടതും വലിയ മുതൽ മുടക്കാവശ്യമുള്ളതുമായ നാടിന്റെ ആവശ്യങ്ങളാണ്. പലതും യാഥാർത്ഥ്യമാക്കിക്കഴിഞ്ഞു, ചിലതെല്ലാം നിർമ്മാണ ഘട്ടത്തിലുമാണ്. ഇച്ഛാശക്തിയും ലക്ഷ്യബോധവുമുള്ള ഒരു സർക്കാരിന്റെ തുടർഭരണം കൊണ്ട് മാത്രം സാധ്യമായ ഈ മുന്നേറ്റത്തെ സഫലമാക്കാനും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാനും ചരിത്ര നേട്ടം കൈവരിക്കാനും കേരളം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. വർദ്ധിച്ച ജനപിന്തുണ തന്നെയാണ് ഇവയിൽ പലതും പൂർത്തിയാക്കാൻ ഇനിയും നമ്മുടെ സർക്കാരിന് കരുത്താകേണ്ടത്. സുന്ദരമായ പ്രകൃതിയും ജീവിത സൗകര്യങ്ങളും വികസനവും നമ്മുടെ സംസ്ഥാനത്തിന് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന വിശേഷണം നൽകി. പക്ഷേ പല കാരണങ്ങളാൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിപ്പെടാൻ കഴിയാതെ പോയ ചിലരുണ്ട്. ഈ ഭൂമി അവരുടേതു കൂടിയാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടപ്പിലാക്കിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറുകയാണ്. ലോകത്ത് തന്നെ ഇത്തരമൊരു നേട്ടം അപൂർവമാണ്. ഇപ്പോഴാണ് ആ വിശേഷണം അർത്ഥവത്തായി മാറുന്നത്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്. സുന്ദരമായ പ്രകൃതിയും ജീവിത സൗകര്യങ്ങളും വികസനവും നമ്മുടെ സംസ്ഥാനത്തിന് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന വിശേഷണം നൽകി. പക്ഷേ പല കാരണങ്ങളാൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിപ്പെടാൻ കഴിയാതെ പോയ ചിലരുണ്ട്. ഈ ഭൂമി അവരുടേതു കൂടിയാണ്.
കേരളപ്പിറവി ദിനത്തോടെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടപ്പിലാക്കിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറുകയാണ്. ലോകത്ത് തന്നെ ഇത്തരമൊരു നേട്ടം അപൂർവമാണ്. അതെ, ഇപ്പോഴാണ് ആ വിശേഷണം അർത്ഥവത്തായി മാറുന്നത്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്.